പത്തനംതിട്ടയിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കുന്നതിൽ പ്രതിഷേധം. റോഡ് പണിതപ്പോൾ തന്നെ പൈപ്പ് സ്ഥാപിച്ചുവെന്നും നിലവിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് അനാവശ്യമാണ് എന്നുമാണ് പഞ്ചായത്തിന്റെ വാദം. എന്നാൽ ചട്ടപ്രകാരമാണ് റോഡ് പൊളിച്ച് പൈപ്പിടുന്നത് എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പൈപ്പിടൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി. എനിക്കവിടെ സംസാരിക്കാമല്ലോ. ഇവിടെ പണി ഇറക്കത്തില്ലെന്ന് പറഞ്ഞില്ലോ. എന്റെ പഞ്ചായത്ത് പണിയെങ്കിൽ എന്നോട് ചോദിക്കണം. അവരോട് എന്തിനാ ഞാൻ ചോദിക്കുന്നത്? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്. എന്റെ പഞ്ചായത്തിൽ പണിയണമെങ്കിൽ ഞാൻ എന്നോട് പറയണം, ചോദിക്കണം. അല്ല അവനാരാ പണിയാൻ? ഓമല്ലൂർ പഞ്ചായത്തിൽ പുത്തൻപീടിയയ്ക്ക് സമീപം ഇന്ന് രാവിലെ ജലജീവൻ മിഷൻ അധികൃതരെത്തി JCB ഉപയോഗിച്ച് റോഡ് വെട്ടിപ്പൊളിക്കാൻ ആരംഭിച്ചു. പിന്നാലെ ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. പ്രദേശത്ത് ജലവിതരണത്തിന് പ്രതിസന്ധിയില്ല. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് റോഡ് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ. ആധുനിക രീതി പണിത റോഡാണ്. 3 വർഷം പോലും ആയില്ല. ഈ റോഡ് പണിയുന്നതിന് മുമ്പ് തന്നെ 2 വശത്തും പൈപ്പ് ഇട്ടു. എല്ലാവർക്കും വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പരാതികളില്ല. ഇപ്പം പിന്നെ ഇതെന്തിനാണ് പൈപ്പ് ഇടുന്നതെന്ന് മനസ്സിലായി. ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ആദ്യം പ്ലാന്റാണ്, ടാങ്കാണ്. ഇത് രണ്ടും എന്ന് പണിയുമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഈ റോഡുകൾ പൊത്തിപ്പൊളിച്ച് എന്തിന് പൈപ്പ് ഇടുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും AEക്കും PWD പൊതുമരാമത്തിനും ഞാൻ കത്ത് കൊടുത്തതാണ്. അതൊന്നും കേൾക്കാതെയാണ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്ന് ഈ പൈപ്പിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു സംശയമുണ്ട്. 1.5 കൊല്ലമായി ഒരു പണി നിർത്തിപ്പോയിട്ട് ഈ 1.5 കൊല്ലമായി പണി നിർത്തിപ്പോയ പൈപ്പുകൾ ഈ ഇവിടെ റോഡിൽ കിടന്ന മഴയും വെയിലും കൊണ്ടതാണ്. ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കണ്ടേ? ഗുണനിലവാരം പരിശോധിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പെട്ടെന്ന് ഈ പൈപ്പ് ഭൂമിക്കടിയിലേക്ക് ഇടാൻ. വലിയ അഴിമതി എന്തോ ഉണ്ട്. ഉറപ്പല്ലേ അല്ലെ? ഗുണനിലവാരം പരിശോധിക്കണ്ടേ? മുന്നൊരുക്കങ്ങളില്ലാത്ത റോഡ് പൊളിക്കൽ നാട്ടുകാർക്കും പ്രതിസന്ധിയായി. ഈയിടെ ഞാനത് വാർത്തിട്ടതാ. അപ്പോൾ ആ മതിലിൻ്റെ അവിടെ ഇരുത്തിയിട്ടുണ്ട്, മതിൽ പൊട്ടിയിട്ടുണ്ട്. ഞാനവിടെ ഇല്ലായിരുന്നു. ഞാൻ പരിപാടിക്ക് പോയ സമയത്ത് അവർ വന്ന് ചെയ്തു. അവിടെ വണ്ടി ഇറക്കിയിട്ട് പൊട്ടിയിട്ടുണ്ട്. ബുദ്ധിമുട്ടായില്ലേ? വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ വെള്ളം കിട്ടുന്നുണ്ട്. വെള്ളത്തിനൊന്നും പ്രശ്നം ഇല്ലില്ല. ഞങ്ങൾക്ക് നല്ല പൈപ്പ് ലൈൻ വന്ന് നല്ല രീതിയിലെല്ലാം പൊക്കോണ്ടിരിക്കുമായിരുന്നു. പിന്നെന്തിനാ പെട്ടെന്ന് ഇത് മനസ്സിലാവുന്നില്ല? ഞങ്ങൾ വല്ലതും പറയാൻ പറ്റുമോ? ഇവിടെ വന്ന് കുഴിക്കുമ്പോൾ നമുക്ക് പിന്നെ ആക്ഷൻ ആവത്തില്ലേ? അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വണ്ടി 2 ദിവസം ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ചട്ടപ്രകാരമാണ് റോഡ് പൊളിച്ച് പൈപ്പിടുന്നതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിൽ താൽക്കാലികമായി പൈപ്പിടൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് വാട്ടർ അതോറിറ്റിയുടെ തീരുമാനം. എന്നാൽ റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ അനുമതി നൽകിയില്ലെന്നാണ് ഓമല്ലൂർ പഞ്ചായത്തിന്റെ നിലപാട്. ഞങ്ങൾ സമാനം പറഞ്ഞത് ഞങ്ങളാ, അല്ലാതെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രോജക്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ പണിയരുത്. എന്ത് അടിസ്ഥാനത്തിൽ എന്ത് ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ. പഞ്ചായത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കപ്പെടട്ടെ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.